കഴിഞ്ഞ 5 ദിവസമായിട്ട് സ്വന്തക്കാരെ തിരയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവർ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. ഈ കൂട്ടത്തിൽ അവരുടെ പ്രിയപ്പെട്ടവരുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പലരും നിൽക്കുന്നത്. പല സ്ത്രീകളെ നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നതൊക്കെ കാണാം. ചോദിക്കുമ്പോൾ നാട്ടുകാരുണ്ട്, നഷ്ടപ്പെട്ട പല ആളുകളും ഇങ്ങോട്ട് എത്തും, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കാത്തിരിപ്പിലാണ് എന്നാണ് അവരൊക്കെ പറയുന്നത്. ഒരു ഉള്ളുലയ്ക്കുന്ന അവസ്ഥ തന്നെയാണ്. നമുക്ക് ഇത്രയും ഖബറുകൾ ഇങ്ങനെ ഇതെടുത്ത് നിൽക്കുന്നത്, അവരെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ നിർഭരമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള അവസാന കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏറ്റവും ഹൃദയഭേദമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വേണ്ടപ്പെട്ടവർ ഒറ്റവരെ തിരിച്ചറിയാൻ കഴിയാതെ ഒരുപാട് ബന്ധുക്കൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നതിനപ്പുറം അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം നമുക്കിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച, നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണുള്ളത്. അവരുടെ മരണത്തെങ്കിലും നമുക്ക് അവരോട് കൂടെ നിന്ന് ഏറ്റവും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ, ബന്ധുക്കൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളവിടെ നമ്മുടെ കയ്യിൽ ബോഡി കിട്ടുമ്പം അത് വാഷ് ചെയ്ത് പുറത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ, ഐഡന്റിഫൈ ചെയ്യാൻ വെച്ച് കൊടുക്കുമ്പം ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ ദിവസങ്ങളായിട്ട് അവിടെ കാത്തിരിപ്പില്ല, അവരെ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടോ എന്നല്ല. ആ ആളുകൾ ഇവിടെയും നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇത്തരം കർമ്മങ്ങളിൽ അവരെ ബോഡി വാഷ് ചെയ്യാനും മറ്റുമായിട്ട് ഉള്ളിൽ കയറിയിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മളത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം നിങ്ങൾ കണ്ടതല്ലേ ഈ ആളാണോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ചിത്രവുമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ 4-5 ദിവസം കഴിഞ്ഞിട്ട് ഈ ബോഡി കിട്ടുമ്പം ആ ബോഡിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം അവിടെ നമ്മുടെ ആ പരിസരങ്ങളിലായിട്ടുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ അവർ എന്ത് ഐഡന്റിഫൈ ചെയ്യാനാണ് എന്നറിയില്ല. പക്ഷെ അവരുടെ മനസ്സും അവരുടെ പ്രാർത്ഥനയും ആ പ്രിയപ്പെട്ട ആളുകൾക്ക് അവസാന കർമ്മം ചെയ്യുക എന്നുള്ള ആ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ അവർ അത്രയും ഏങ്ങലടിച്ചുകൊണ്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവർക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ.